ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഓറഞ്ച് ജെല്ലി കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രിങ്കിനെ പറ്റിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഡ്രിങ്കിലേക്കായി ഏകദേശം ഒരു 1/4 കപ്പോളം ചവ്വരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കഴുകി ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനിടണം. അതിനുശേഷം ഇത് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചവ്വരി പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് അരിച്ച് മാറ്റി വയ്ക്കണം. അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പായിട്ട് പരസ്പരം പേൾസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ജെല്ലിക്ക് ആവശ്യമായിട്ട് 2 ഓറഞ്ച് എടുക്കണം. ഇതിൽ നിന്നെടുത്ത ജ്യൂസാണ്. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടാങ്ക് കലക്കി ചേർക്കണം. കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഓറഞ്ച് ജ്യൂസിലേക്ക് ടാങ്ക് ചേർക്കുന്നത്. പിന്നെ അതിലൊരു കട്ടാമിട്ട ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടും. ഇനി ജെല്ലിക്ക് ആവശ്യമുള്ള 1.5 ഗ്ലാസ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 20 ഗ്രാം ജലാറ്റിനും ഇട്ട് കൊടുക്കണം. വെള്ളം തിളയ്ക്കുന്ന മുമ്പേ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച് കാണുന്നത്. വെള്ളം ചൂടാകും തോറും അത് മെൽട്ടായിക്കൊണ്ടേയിരിക്കും. ജലാറ്റിൻ ഇവിടെ നന്നായിട്ട് മെൽട്ടായി കിട്ടി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. ജെല്ലി ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പരന്ന കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് തയ്യാറാക്കണം. അതിലേക്കായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 3 ഗ്ലാസോളം മിൽക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 4 ടേബിൾ സ്പൂണോളം 3-4 മതി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിച്ചത്. അത് ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കും. അതിന് പാലിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഓറഞ്ച് കളർ ചേർക്കണം. കളർ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സാഗോ പേൾസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. നൊയമ്പെടുക്കുന്നവർക്കും പിന്നെ ചൂടുകാലമല്ലേ, ഇതിനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. സാഗോ പേൾസ് എല്ലാം ഇതിലേക്ക് മിക്സാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ ചേർക്കേണ്ടത് ജെല്ലിയാണ്. അതിനായിട്ട് സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി എടുക്കാം. ഓറഞ്ച് ജെല്ലി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബുകളാക്കണം. ജെല്ലി സെറ്റാകുന്ന ടൈമിന് മുമ്പേ തന്നെ ഞാനത് എടുത്തതിനാൽ ക്യൂബ്സായിട്ട് എടുക്കുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വീഴുമ്പം ഈ ഡ്രിങ്കിലിങ്ങനെ കുടിക്കുന്നതിന് നല്ലൊരു ടേസ്റ്റാണത്. ജെല്ലി ക്യൂബ്സ് കുറേശ്ശെയായിട്ട് പാലിൽ മിക്സാക്കി കൊടുക്കണം. ക്യൂബ്സ് എല്ലാം കുറച്ച് പൊട്ടിയിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് വീണിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അത് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നാവിന് ഓറഞ്ചിൻ്റെ രുചി കൂടുതലായിട്ടാണ് കിട്ടുക. അങ്ങനെ രുചികരമായ ഓറഞ്ച് ജെല്ലി ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കണം. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് നൽകി സപ്പോർട്ട് തരണം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ.